ഇന്ന് അമ്മക്കും എനക്കും ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടാ. ദാ ഈ ചുട്ടു വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം കണ്ടില്ലേ, അത് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഓർഡർ തന്ന പ്രകാരം നമ്മളെ സബ്സ്ക്രൈബർക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കിയതാണേ. അവർക്ക് അബുദാബിയിലേക്ക് തിരിച്ചു പോകുമ്പം കൊണ്ടുപോകാനായിട്ടാണ്. രാവിലെ 10 മണിക്ക് അന്നൂരിലെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരപ്പം ചുട്ട അടുപ്പത്ത് തന്നെ ഞാൻ വേഗം ദോശക്കുള്ള പരിപാടി നോക്കി. അമ്മക്കാണെങ്കിൽ ഇന്ന് പണിക്കും പോകണം. ഇന്ന് രാവിലത്തെ ചായക്ക് ദോശയും ചട്നിയാണ് കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ലിജിയെ നിന്റെ ഫോൺ ശരിയായോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അച്ഛാ ധൈര്യത്തിൽ എടുക്കുന്നുണ്ട്, ഇനിയിത് കിട്ടുമോയെന്ന് അറിയില്ല എന്നെല്ലാം ഞാൻ പറയുന്നേ. ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ കൊണ്ടുപോകേണ്ട ഉണ്ണിയപ്പം എല്ലാം പാക്കാക്കുന്ന പരിപാടിയിലാണേ. കുറച്ച് ഉണ്ണിയപ്പത്തിന് ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഓർഡർ ഉണ്ടായിരുന്നു. അതും കൂടി പാക്കാക്കി എല്ലാം റെഡി ആക്കുമ്പോഴേക്കും ദാ ലോകൂട്ടൻ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നു. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർക്ക് ഉണ്ണിയപ്പം കൊടുക്കാനായിട്ട് എൻ്റെ കൂടെ അച്ഛനും വന്നു കേട്ടാ. അവർക്ക് നമ്മളെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി, നമുക്ക് അതിനേക്കാളും സന്തോഷമായി കേട്ടാ. പിന്നെ അമ്മക്ക് കാണിക്കാനായിട്ട് കൂടെ നിന്ന് സെൽഫി എല്ലാം എടുത്തു. തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് വൈകുന്നേരത്തേക്ക് 10 ഓർഡർ ഉണ്ടായിരുന്നു. അതിനുള്ള മാവെല്ലാം റെഡിയാക്കിയതിന് ശേഷം അമ്മമ്മയും ഞാനും ചോറ് കഴിക്കാനിരുന്നു. അമ്മ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറെല്ലാം കഴിച്ചതിന് ശേഷം നമ്മ വേഗം പത്തലിന്റെ പരിപാടി നോക്കി. ഒരു 100 പത്തലാണ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. അവസാനം നമ്മ എല്ലാം ചുട്ടെടുത്തു. എന്നെ സഹായിക്കാനായിട്ട് ഇന്ന് അമ്മമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. അപ്പൊ ഇതാ നമ്മളെ പത്തലെല്ലാം ഇട റെഡി ആയിട്ടുണ്ട്. ഇതാ ഈലും ഉണ്ട്. അങ്ങനെ നമ്മളെ 120 പത്തലിട റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗം കൊണ്ടു കൊടുത്തിട്ട് വരാം കേട്ടാ.